ഇപ്പോൾ സലിം മടവൂരിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. ഇടത് നിരീക്ഷകനാണ് ശ്രീ സലിം മടവൂർ. എന്താണ് LDFന് സംഭവിച്ചത്? ഈ സ്വർണ്ണക്കൊള്ളയൊക്കെ വലിയ തോതിൽ ജനങ്ങളെ സ്വാധീനിച്ചിരിക്കുകയാണ്. വലിയ അടിപതറലാണ് യഥാർത്ഥത്തിൽ LDFന് ഉണ്ടായത്. CPMന്റെ കോട്ടക്കൊത്തളങ്ങളിൽ വലിയ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് അവിടെ BJP കടന്നു വരുന്നൊരു സാഹചര്യമുണ്ടായി. തലസ്ഥാനത്ത് താമരക്കുമ്പിളിൽ തലസ്ഥാനം നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. എന്താണ് CPMന് പറ്റിയത്, LDFന് പറ്റിയത്? അല്ല, ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന നേട്ടങ്ങൾ വേണ്ട രൂപത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയി. അത് ചർച്ച ചെയ്യപ്പെടാതെ കേവലം വ്യാജമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണം പോയി, അതേപോലെ തന്നെ അത് വ്യാജമായ ആരോപണമായിരുന്നോ ശ്രീ സലിം മടവൂർ? ഞാൻ തുടക്കത്തിൽ തന്നെ ഒന്ന് ഇടപെട്ടതിൽ അങ്ങ് ക്ഷമിക്കണം. സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് വ്യാജമായ ആരോപണമായിരുന്നോ? അത് അല്ല, അത് ഇടതുപക്ഷമാണ് അത് എടുത്തുകൊണ്ടുപോയത് എന്നുള്ള രൂപത്തിൽ ആളുകളുടെ വ്യാജ പ്രചരണം. അതാ പറഞ്ഞത്. നഷ്ടപ്പെട്ടു എന്നുള്ളതിൽ യാഥാർത്ഥ്യം, അത് പോലീസ് അന്വേഷിക്കട്ടെ. അത് മുഴുവൻ ഇടതുപക്ഷത്തിന്റെ മാത്രം തലയിലേക്ക് തിരിച്ചു വെച്ചുകൊണ്ടുള്ള പ്രചരണം ഒരു ഭാഗത്തുണ്ടായി. അതേപോലെ തന്നെ PM ശ്രീ പദ്ധതിയുമായിട്ടുള്ള പ്രചരണങ്ങൾ, ഇതെല്ലാം കൂടെ വന്ന സമയത്ത് പ്രത്യേകിച്ച് മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി തന്നെ റോഡിലിറങ്ങിക്കൊണ്ട് ഗവൺമെന്റിനെതിരെ പ്രതികരിച്ചപ്പോൾ ജനങ്ങൾക്കിടയിൽ അതിലെന്തോ വിശ്വാസ്യത ഉണ്ട്. അതായത് PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാനത്ത് അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്താതെയാണ് കേരളത്തിലെ ഗവൺമെന്റ് ആ പദ്ധതിയിൽ ഒപ്പിടാൻ വേണ്ടി തീരുമാനിച്ചത്. നമ്മുടെ സിലബസിലോ പാഠപുസ്തകങ്ങളിലോ മാറ്റം വരുത്താതെ കേന്ദ്രവുമായിട്ട് ഒരു കരാറിലെത്തിക്കൊണ്ട് ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒപ്പിട്ടതാണ്. പക്ഷേ CPIയുടെ നേതൃത്വത്തിൽ അതിനെതിരെ വ്യാപകമായ പ്രചരണം വന്നപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയൊരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലും മതേതര ചിന്താഗതിയുള്ള ആളുകളുടെ ഇടയിലൊക്കെ തന്നെ കേരളത്തിലെ ഗവൺമെന്റ് എന്തോ അരുതാത്തത് ചെയ്തു എന്നുള്ളൊരു പ്രചരണം മുന്നണിക്കകത്തെ ഒരു ഘടകകക്ഷി തന്നെ വരുത്തി വെച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. അതേപോലെ തന്നെ അതുപോലെ ഇങ്ങനത്തെയുള്ള ഓരോ പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് പ്രചരണമായിട്ട് വന്ന സമയത്ത് ഈ ഗവൺമെന്റ് ചെയ്ത വലിയ ക്ഷേമ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഈ കേരളത്തിലെ ക്ഷേമ പെൻഷനുകൾ, നമ്മുടെ ലൈഫ് പദ്ധതിയിൽ വയനാട്ടിലെ ദുരിതബാധിതർക്കുള്ള വീടുകൾ, അങ്ങനെ ധാരാളം പദ്ധതികൾ, 90,000 കോടി രൂപയുടെ കിഫ്ബി പദ്ധതികൾ, റോഡുകൾ, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, അങ്ങനെയുള്ള ദേശീയ ജലപാത, ഇതൊക്കെ സംസ്ഥാന ഗവൺമെന്റ് മുൻകൈ എടുത്തുകൊണ്ട് അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകുന്ന പദ്ധതികൾ. ഈ പദ്ധതികളൊന്നും വേണ്ട രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയി. അത് ജനങ്ങൾക്കിടയിൽ എത്തിക്കുന്നതിൽ വേണ്ടത്ര വിജയിക്കാതെ പോയി പ്രചാരണം. സാധാരണ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് സംസ്ഥാന തലത്തിലെ ജാഥകളും ഇതിന്റെ പ്രചരണ പരിപാടികളും വ്യാപകമായി സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. എന്തോ ഇത്തവണ അതിന്റെ ഒരു പ്രചരണം താഴെ തട്ടിലുള്ള ആളുകളിലേക്ക് എത്തിയിട്ടില്ല. പകരം അവിടെ എത്തിയതൊക്കെ ഒന്ന് ശബരിമല ഇഷ്യൂ ആണ്, അതേപോലെ തന്നെ മറ്റ് ഇപ്പൊ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അങ്ങനെ ഇത്തരം വിവാദങ്ങളാണ് ഗവൺമെന്റിനെ കുറിച്ച് ഈ ഘട്ടത്തിൽ വന്നത്. ഇതിലും വലിയ ആരോപണങ്ങൾ വന്നപ്പോഴും കേരളത്തിലെ മുന്നണി സംവിധാനത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിരുന്നു. പക്ഷെ ഇത്തവണ എന്തുണ്ടായെന്ന് വെച്ചാൽ അത് വേണ്ട രൂപത്തിൽ ഗവൺമെന്റിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആളുകൾ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി പൊതു സമൂഹത്തിന് മുമ്പാകെ വിവാദത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ കുറച്ചുകൂടി അധികം വിശ്വാസം ഉണ്ടാക്കി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. അതായത് CPI പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അല്ല, CPI പറഞ്ഞപ്പോ എന്തോ കഴമ്പുണ്ടോ, ഈ ഗവൺമെന്റ് ഇങ്ങനെയൊക്കെ ആണോ എന്നൊക്കെ ഉള്ള ഒരു മുന്നണിയിലേക്ക് കെട്ടുറപ്പ് നഷ്ടപ്പെട്ടു പോയോ എന്നൊക്കെ ഒരു പക്ഷേ ജനങ്ങൾക്ക് തോന്നിക്കാണോ? അതോ PM ശ്രീക്ക് എന്താണ് തകരാറ് എന്ന് ജനം ചിന്തിച്ചതാണോ? PM ശ്രീക്ക് എന്താണ് തകരാറ്? അതിൽ പാലമായത് ജോൺ ബ്രിട്ടാസ് ആണ്. മന്ത്രി ശിവൻകുട്ടി ഈ PM ശ്രീ പദ്ധതിയോട് ഒരു എതിർപ്പുമില്ല എന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതാണ്. ഇതൊക്കെ പാർലമെന്റിൽ ധർമ്മേന്ദ്ര പ്രധാൻ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായതാണ്. എന്നെ സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ എല്ലാ ഫണ്ടും, അതായത് സംസ്ഥാനത്തിന്റെ അടിസ്ഥാനപരമായ നയങ്ങളിൽ മാറ്റം വരുത്താതെ ലഭിക്കുന്ന, നമ്മുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളിൽ മാറ്റം വരുത്താതെ ലഭിക്കുന്ന, ചരിത്രത്തെ വികലപ്പെടുത്താതെ ലഭിക്കുന്ന ഏത് ഫണ്ടും കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കണമെന്നും അത് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കണമെന്നും എന്നുള്ള അഭിപ്രായക്കാരനാണ്. പക്ഷെ നയപരമായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാനും പാടില്ല. അപ്പൊ ആ ഒരു തരത്തിൽ നയപരമായ കാര്യങ്ങളിലൊന്നും വിട്ടുവീഴ്ച ഇല്ലാതെ ഫണ്ട് വാങ്ങിയിട്ടും ആ വിവാദം, അതായത് PM ശ്രീ പദ്ധതി കേരളത്തിൽ എന്തോ മലമറിക്കാൻ പോകുന്നു എന്നുള്ള രൂപത്തിൽ BJPയുടെ നയങ്ങൾ സംസ്ഥാനത്ത് പാഠ്യപദ്ധതിയിൽ നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ള ഒരു ധാരണ വരുത്തുന്ന രൂപത്തിലാണ് വിവാദങ്ങൾ ഉണ്ടായത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഇതൊക്കെ പഠിക്കണം ഈ ഗവൺമെന്റിന്റെ. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ പരസ്യമായിട്ട് ഞാൻ ഒരിക്കൽ എഴുതിയതാണ്,
അവിടെ മേയർ ആര്യ രാജേന്ദ്രൻ ആ ബസ്സിൽ കയറിക്കൊണ്ട് ഡ്രൈവറുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് ഞാൻ അന്ന് പരസ്യമായിട്ട് പറഞ്ഞതാണ്. അതൊരു മേയർ ചെയ്യേണ്ട പ്രവൃത്തിയല്ല. മേയർ കുറച്ചുകൂടെ പക്വതയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ സാധാരണ ഇടതുപക്ഷത്തിന്റെ ഒരു മേയറെ എപ്പോഴും തിരുത്തുന്നതും അവരെ തിരുത്തുന്ന ഉത്തരവാദിത്വം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷം. അപ്പോൾ ആ സംഭവത്തിൽ അവർക്ക് കൂടുതൽ ന്യായീകരിച്ചുകൊണ്ട് അവരുടെ എന്താ പറയുക പക്വതയില്ലാത്ത പെരുമാറ്റം, അതിനോടൊപ്പം MLA അവരുടെ ഭർത്താവ് MLA അത് യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യമായിട്ട് കാണണല്ലോ. അത്തരം പ്രവർത്തനങ്ങളൊക്കെ തന്നെ നിലവിലുള്ള ഭരണ സംവിധാനത്തിനോട് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി കാണണം. ഇതെല്ലാം കൂടെ ചേർന്ന സമയത്ത് BJPക്ക് ഒരു അവസരം കൊടുക്കാമെന്ന് ഒരു പക്ഷേ കുറെ ആളുകൾ ചിന്തിച്ച് കാണണം. പക്ഷേ നേരത്തെ BJPക്ക് കൂടുതൽ സീറ്റ് കൂടുതൽ അല്ലെങ്കിൽ പാർലമെന്റ് അംഗത്വം കൂടുതൽ തൃശ്ശൂരിൽ നിന്ന് ശ്രീ സലീം BJP മടവൂർ, ഏതാണ്ട് ഇപ്പോൾ തുടച്ചു ആര്യ നീക്കപ്പെട്ടു. രാജേന്ദ്രൻ എന്ന അന്നത്തെ കുട്ടി മേയറുടെ തലയിലേക്ക് ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഇടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. ഇപ്പോൾ ഗായത്രി ബാബു, നേരത്തെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർപേഴ്സൺ ആയിരുന്നു ഗായത്രി ബാബു, വഞ്ചിയൂർ ബാബുവിന്റെ മകൾ. ഇപ്പോൾ ഗായത്രി ബാബുവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. മേയർ ആര്യ രാജേന്ദ്രനാണ് ഈ സകല കുഴപ്പങ്ങളുടെയും കാരണക്കാരി എന്നുള്ള രീതിയിൽ. അവർ കൃത്യമായ കാര്യങ്ങൾ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വളരെ കൃത്യമായി ഈ കിച്ചൺ ഡസ്റ്റ്ബിൻ ഉൾപ്പെടെയുള്ള ഈ അഴിമതി പദ്ധതികൾ തലസ്ഥാനത്തെ എത്രമാത്രം പിറകോട്ടടിപ്പിച്ചു എന്ന് നമുക്ക് അറിയാം. ഈ ആരോഗ്യ പ്രശ്നങ്ങളിലടക്കം ഒരു തരത്തിലുള്ള ഇടപെടലുകളും നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് തലസ്ഥാനത്ത് കാണാൻ കഴിഞ്ഞത്.